ഹായ് ഗായ്സ്, വെൽക്കം ടു ആ മണാലി വ്ളോഗ്. സോ ഞങ്ങൾ 3 days മണാലിയിലാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വ്ളോഗിൽ കാണിക്കുന്നതാണ്. സോ ഡേ 1 ഇൻ മണാലി. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഹഡിംബ ടെമ്പിൾ ആണ്. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ടെമ്പിളിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഒരു ചേച്ചി റാബിറ്റിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് പിടിച്ച് ഫോട്ടോ എടുക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഇതാണ് ഹഡിംബ ദേവി ടെമ്പിൾ. പാണ്ഡവ ബ്രദേഴ്സിലെ ഭീമന്റെ വൈഫാണ് ഹഡിംബ ദേവി. അമ്പലത്തിന്റെ ഉള്ളിൽ എൻട്രി ചെയ്യണമെങ്കിൽ വലിയ ക്യൂ നിൽക്കണം. നമ്മളതുകൊണ്ട് നിന്ന് കയറിയിട്ടില്ല. മഞ്ഞുവീഴ്ചയുള്ള സമയത്ത് ഇതിന്റെ മുകളിൽ മൊത്തം മഞ്ഞ് കവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അമ്പലത്തിന്റെ പുറത്ത് ഇങ്ങനെ മണാലി ട്രഡീഷണൽ ഡ്രസ്സ് റെന്റിന് കൊടുക്കുന്നുണ്ട്. നമുക്കത് ട്രൈ ചെയ്ത് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ ഫോട്ടോഗ്രാഫേഴ്സും പുറത്ത് ഇങ്ങനെ ഉണ്ട്. ഡ്രസ്സിന്റെ കൂടെ തന്നെ നല്ല സിൽവർ ജ്വല്ലറി കൂടെ ഉണ്ട്. കൂടെ പൂക്കൊട്ടയുണ്ട്. അവര് തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചു തരും. കൂടെ ഞങ്ങൾക്കൊരു ഷീപ്പിനെ കൂടെ കിട്ടി. അതിന്റെ പേര് സുന്ദരി എന്നാണ്. അങ്ങനെ സുന്ദരീനെ എടുത്ത് കുറെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ വൻവിഹാർ ആണ്. ഹഡിംബ ടെമ്പിളിന്റെ ഉള്ളിലൂടെ തന്നെ നടന്ന് റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് അവിടെ എത്താവുന്നതാണ്. ഇതാണ് വൻവിഹാർ. ഇതൊരു മുനിസിപ്പൽ ഗാർഡൻ ആണ്. ചുറ്റും നിറച്ചും ദേവദാരു മരങ്ങളാണ്. നല്ല തണുപ്പും കാറ്റുമാണ് ഇവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. ഇതിലൂടെ ഒരു പാതയുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ നടന്നു പോകുമ്പം ഒരു ലേക്ക് ഉണ്ടാവും. ബോട്ടിങ് വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട്. സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ താഴെ തന്നെ ഒരു റിവർ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ അത് ഫുൾ ഐസായിട്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. അതിലിങ്ങനെ നടക്കുമ്പം ഞങ്ങളൊരു റാബിറ്റിനെയും കൊണ്ടൊരു സ്ത്രീ പോണെ കണ്ടു. അവർ 30 rupees ആണ് റാബിറ്റിനെ പിടിച്ച് ഫോട്ടോ എടുക്കണേ ചാർജ് ചെയ്യുന്നത്. ചിക്കു എന്നാണ് റാബിറ്റിന്റെ പേര്. അങ്ങനെ ചിക്കുനെയും പിടിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിനെ പിടിക്കാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ ജോഗിനി ഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 20 minute ഉണ്ട് ഫോൾസിലേക്ക്. പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നല്ല മഞ്ഞുമലകളും പുഴകളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് ഫോൾസിന്റെ അവിടേക്ക് എത്താൻ. ഒരു വില്ലേജിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 2 kilometer നടക്കാനുണ്ട്. പോകുന്ന വഴി കുറെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. താഴോട്ട് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ്. ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ആക്ച്വലി 2 falls ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫോൾ വരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയും പോകാനുണ്ട് സെക്കൻഡ് ഫോൾസിലേക്ക്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ജോഗിനി ഫോൾസ്. സ്നോഫോളിൻ്റെ ടൈം ആവുമ്പം ഈ വെള്ളമെല്ലാം മഞ്ഞായിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കലായിരിക്കും. ട്രക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഓൾഡ് മണാലിയിലേക്കാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നോക്കുകയാണ്. ക്ലബ് ഹൗസിലേക്കാണ് പോകുന്നത്. അത് ഓൾഡ് മണാലി തന്നെയാണ്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ എൻട്രി ഫീ പെർ ഹെഡ് 25 rupees ആണ്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് താഴോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ റിവർ ഉണ്ട്. ആ റിവർ സൈഡിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്. സിപ്പ് ലൈൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതാണ് നേരത്തെ പറഞ്ഞ റിവർ. നല്ല ഭംഗിയുള്ള റിവറാണ്. ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെയാണ് സിപ്പ് ലൈനും അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഈ ക്യൂട്ടായിട്ടുള്ള യാക്കിനെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. അത് വരുന്നത് മണാലിയിലെ മോൾ റോഡിനടുത്താണ്. അങ്ങനെ ഞങ്ങൾ മൊണാസ്ട്രിയിലെത്തി. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്.
അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാണ്. നമ്മൾ ചെരുപ്പൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പം ചെരുപ്പൊക്കെ പുറത്തഴിച്ചിട്ടിട്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ഫോൺ അലൗഡ് അല്ല. ഇനിയിപ്പം ഫോൺ ഉള്ളിൽ കയറ്റണമെങ്കിൽ എക്സ്ട്രാ ഫോട്ടോഗ്രാഫിക്ക് പൈസ കൊടുക്കണം. ഉള്ളിൽ നിന്ന് ഞങ്ങൾ കയറി കണ്ടു, പുറത്തിറങ്ങി. അവിടെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് പ്രെയർ വീൽസ് ഉണ്ട്. അതിൽ കുറച്ച് മന്ത്രാസും പ്രയാസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് മോൾ റോഡിലേക്കാണ്. ഇപ്പം ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. മണാലി ഡേ 1 ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ലോക്കൽ ഏരിയയിലൊക്കെ ഇങ്ങനെ സൈറ്റ് സീയിങ് ആയിരുന്നു. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ കുറച്ചിങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നടന്നിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ജിലേബി കടയിൽ വന്നു. നല്ല ചൂട് ജിലേബി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഒരു ഫേമസ് ആയിട്ടുള്ള കഫേ 1986 പോയി. അവിടെ കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ടേബിൾ കിട്ടിയത്. ഞങ്ങൾ അവിടുന്ന് ഒരു ക്യാപ്പുച്ചീനോയും ഒരു പിസ്സയും ഓർഡർ ചെയ്തു. അവിടെ നല്ല മ്യൂസിക്കും നല്ല ആംബിയൻസ് ആയിരുന്നു. ഡിന്നർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയാൽ പോലും ആംബിയൻസ് നല്ല അടിപൊളിയാണ്. ഡേ 2 ഇൻ മണാലി. നമ്മളപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഹംതാ പാസിലേക്കാണ്. അവിടെ കുറേ സ്നോ അഡ്വഞ്ചേഴ്സും ഗെയിംസൊക്കെ ഉണ്ട്. നമ്മളതുകൊണ്ട് ഒരു ജിമിനി ടാക്സി എടുത്തിരിക്കുകയാണ്. വിത്ത് ഡ്രൈവറാണ്. 2 സൈഡിലും മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന മലനിരകൾക്കിടയിലൂടെ ഞങ്ങൾ ഹംതാ പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹംതാ പാസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഹംതാ പാസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഡേ 3 ഇൻ മണാലി. ഞങ്ങൾ സിസു വാലിയിലേക്കാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് കുളു മണികരണിലും പോകാനായിരുന്നു. അപ്പോഴാണ് സിസുവിൽ സ്നോഫാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നോഫാൾ കാണാൻ വേണ്ടി ഞങ്ങൾ സിസുവിലേക്ക് പോവുകയാണ്. സിസുവിൽ പോണ വഴി അടാൽ ടണലിലും തിരിച്ചു വരുന്ന വഴി സോളങ് വാലിയിലും ഇറങ്ങുന്നുണ്ട്. സോളങ് വാലിയിൽ ഇപ്പം വലിയ അഡ്വഞ്ചറായിട്ടുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല. സ്നോഫോൾ ഉള്ളതുകൊണ്ട് തന്നെ 4x4 വെഹിക്കിൾ മാത്രമേ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഷെയറിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണുക. അപ്പം നമ്മുടെ മണാലി വ്ളോഗ് ഇവിടെ തീരുകയാണ്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.